എൻ്റെ ജീവിതത്തിൽ ഇന്നവരെ ഞാൻ കാണാത്തൊരു കാഴ്ചയാണ്. റന ഫാത്തിമയും ഒരു നായയും തമ്മിലുള്ള പ്രശ്നം. ആ നായയുടെ മൂത്രവും തമ്മിലുള്ള പ്രശ്നം. പൊന്നു മനുഷ്യന്മാരെ, ഞാൻ ഇന്ന് വെച്ചു തരുന്ന ചില ഓഡിയോ ക്ലിപ്പും ചില വീഡിയോ ദൃശ്യങ്ങളും കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടും. റന ഫാത്തിമ ബോധമുണ്ടായിട്ടാണോ ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ രണ്ടെണ്ണം അടിച്ചിട്ടാണോ ഇങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ സംശയിക്കും. അത്രക്കും നെറികെട്ട വൃത്തികെട്ട വീഡിയോസ് ആണ് പുറത്തു വരുന്നത്. അതിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയും, ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ ഇടപെടും, മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ ഇടപെടും, ക്രിസ്ത്യാനികൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ ഇടപെടും. അതായത് ആർക്ക് മനുഷ്യരായിട്ട് ജനിച്ച ആർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ ഞാൻ അതിനെ ഇടപെടുന്ന ഒരാളാണ്. ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് റന ഫാത്തിമയുടെ വീഡിയോ ഇങ്ങനെ എൻ്റെ ഇൻബോക്സിൽ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള വിഷയം ചർച്ച ചെയ്യുന്നത് കൊണ്ട്. അതായത് റന ഫാത്തിമ ഇവിടെ ഉസ്താദന്മാരെ വെല്ലുവിളിക്കുകയാണ്. റന ഫാത്തിമ പറയുന്നത്, അതായത് ഇസ്ലാം മത വിശ്വാസ പ്രകാരം ഒരു കാര്യം പറയാം. അതായത് ഇസ്ലാം മത വിശ്വാസ പ്രകാരം നായയെ തൊടാൻ പാടില്ല. അങ്ങനെയുള്ള ചില എല്ലാ മതത്തിലും ഒരു കാര്യം പറയാം, വിഷയത്തിലേക്ക് കടക്കുന്നത് വർഗീയതല്ല കൊണ്ടുവരുന്നത്. മൂന്ന് മതവും ഒന്നാണ്. നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നതും ക്രിസ്മസ് ആഘോഷിക്കുന്നതും പെരുന്നാൾ ആഘോഷിക്കുന്നതും ഒരേ ഒരു ദൈവത്തിലേക്കാണ് പോകുന്നത് എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്, എല്ലാവരും ഒന്നാണ്, ഒരു ചോരയാണ്. ഇവിടെ ഞാൻ വിഷയത്തിലേക്ക് വരാം. അതായത് റന ഫാത്തിമ പറയുന്നത്, ഖുർആനിലെ നായയെ തൊട്ടാൽ നജസ് എന്ന് പറയുന്നത് പച്ചക്കളവാണ്. സിറാജുദ്ദീൻ കാസിമി പോലെയുള്ള ഉസ്താദന്മാർ പറയുന്നത് പച്ചക്കളവാണ്. നായയെ കിസ്സടിക്കാം, നായയെ ഹഗ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ലെന്നാണ് റന ഫാത്തിമ പറയുന്നത്. അതിനൊന്ന് വിമർശിക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ പ്രേക്ഷകർ എനിക്ക് ഈ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് ഞാൻ അവൾക്കുള്ള മറുപടി കൊടുക്കാം. അതിനുശേഷം സന്ദീപ് എന്ന ഒരു യൂട്യൂബർ, ഒരു ചെറുപ്പക്കാരൻ, ഇവൾക്ക് തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അതിന് കയ്യടിയോട് കയ്യടിയാണ്. ആ ഒരു മറുപടിയും കൂടി നിങ്ങൾ കേൾക്കണം. നമുക്ക് ആദ്യം മൂത്രത്തിന്റെ വിഷയം, റന ഫാത്തിമയും നായയുടെ മൂത്രവും തമ്മിലുള്ള വിഷയം ആദ്യം ചർച്ച ചെയ്യാം. അവൾ പറയുന്ന ഒന്നൊന്നായിട്ട് കേട്ടുകൊണ്ട് വിഷയത്തിലേക്ക് കിടക്കാം. ഓക്കെ. എന്റെ പട്ടിക്കുട്ടി പീപാഡിലും ബാത്റൂമിലും ട്രെയിലും ഒഴികെ ബാക്കി എല്ലായിടത്തും മൂത്രം ഒഴിക്കുന്നുണ്ട്. ഓ ആനോ, നിന്റെ പറ്റിക്കുറ്റി ബാക്കി എല്ലായിടത്തും മൂത്രം ഒഴിക്കുന്നുണ്ടോ? അതിനെ സോഷ്യൽ മീഡിയയിൽ പറയണോ പോലെ? ഉളുപ്പ് എന്ന് പറയുന്ന സാധനമുണ്ടോ നിനക്കൊക്കെ? പട്ടിയെ വളർത്തണ്ട ഞാൻ പറയുന്നില്ല. അതിന്റെ മൂത്രക്കഥയുമായി സോഷ്യൽ മീഡിയയിൽ പറയേണ്ട എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഓക്കെ, ബാക്കി കേട്ട് നോക്കാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. കൊറേ മറ്റേ പീപാഡിൽ മൂത്രമൊക്കെ ഇങ്ങനെ ലൈക്ക് നിലത്ത് വെച്ച മൂത്രം പീപാഡിലാക്കി വെച്ചിട്ട് അങ്ങനെയെങ്കിലും മണത്തൊഴിക്കട്ടെ വിചാരിച്ച് അതൊന്നും ചെയ്യുന്നില്ല. കൊറേ ദിവസം, കൊറേ നേരം ഇങ്ങനെ തന്നെ ചെയ്തോണ്ടിരിക്കുന്നു. ഓ ആനോ, കൊറേ നേരമായി എന്റെ പട്ടിക്കുട്ടി കണ്ടവിടെയൊക്കെ മൂത്രം വഹിക്കുന്നുണ്ട്. പട്ടിയെ എന്തുകൊണ്ടാണ് 20ഉം 22ഉം വയസ്സായിട്ടുള്ള സ്ത്രീകൾ വളർത്തുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോകും. ഓക്കെ. പൂച്ചയെ പട്ടിയൊക്കെ അത് യൂസ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പട്ടിക്കുട്ടിയൊക്കെ എന്തിനു വളർത്തുന്നു എന്നൊക്കെ. ഓക്കെ, നമ്മൾ ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇന്നലെ ഇതേ അവസ്ഥയേനു, ഇന്നും ഇതേ അവസ്ഥയാണ്. ആർക്കെങ്കിലും എങ്ങനെങ്കിലും ഇതിന് സൊല്യൂഷൻ അറിയാൻ ഒന്ന് പറഞ്ഞുതരോ? പറഞ്ഞു തരാം പൊന്നെ, പറഞ്ഞു തരാം. പട്ടിക്കുട്ടി മൂത്ത് നാണമുണ്ടോടി നിനക്കൊക്കെ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. വി ആർ സ്ട്രഗ്ലിംഗ് ഗൈസ്. ഡെയിലി മൂത്രം കോരല പണി. പിന്നെന്താ അറിയാ ചെയ്യാ, പീപ്പാടുമ്പോ മൂത്രം മണത്ത് വന്നിട്ട് നിലത്ത് വന്നിട്ട് മൂത്രം ഒഴിക്കും. മൂത്രം മണക്കുന്നതോ? നമുക്കൊക്കെ മൂത്രം നമ്മൾ അങ്ങനെ പറയുന്നില്ല. അതായത് എന്തോ നാറ്റം വരുന്നുണ്ട്. എനിക്കൊക്കെ അങ്ങനെയാണ്, നായയുടെ ഒക്കെ. ഇവൾക്ക് മൂത്രം മണക്കുന്നുണ്ട് അത്രേ. അപ്പോൾ ഒരു കാര്യം പറയാൻ റന, മൂത്രത്തിനില്ലേ, കല്യാണത്തിനോ മാരേജിക്കോ എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നുണ്ടെങ്കിൽ ആ മണത്തിനിങ്ങനെ പൂശിയിട്ട് പോയാൽ മതി. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. പീപ്പാടുന്ന് മൂത്രം മണത്ത് വന്നിട്ട് എന്റെ കാലിന്റെ അടിയിലൊക്കെ മൂത്രം ഒഴിക്കൂ. എന്ത് മണക്കുന്നു? മൂത്രം മണം വീണ്ടും അതെന്നെ പറയുന്നുണ്ട്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. കൂട്ടി കുരുപ്പ് നോക്കുന്നിട്ട് കെടുക്കുന്നത് ഒന്നും അറിയാത്ത പാവത്താനെ പോലെ. ഓ ആനോ, അവളുടെ ഒരു നായയും അവളുമായി. ഓക്കെ, നമുക്ക് എന്തായാലും ആരാണ് ഈ സാധനം, ഈ പട്ടിക്കുട്ടി ഇവൾക്ക് കൊടുത്തത് ആര്? അത് വലിയൊരു മഹാന്മാരാണ് ഈ ഒരു പട്ടിയെ ഇവൾക്ക് കൊടുത്തത്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. എന്റെ അടുത്ത് ഇത്ര വലിയ ചതി ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഫ്ലാറ്റൊക്കെ മാറിയിട്ട് ഒന്ന് ഫിനാൻഷ്യലി സെറ്റിൽ ആയിട്ടിരിക്കുകയായിരുന്നു. ലൈക്ക് ഐ ഡിഡ്ന്റ് ഹാവ് ഇനഫ് മണി. ഓക്കെ, എന്നിട്ട് പോലും ദേ ഇൻഫ്ലുവൻസ്ഡ് മീ. സോ ഐ ഗോട്ട് എ പപ്പി.
ആര് കൊടുത്തതെന്നറിയോ? ആദില നൂറയാണ്. ആദില നൂറ സത്യം പറഞ്ഞാല് ചിരിയോട് ചിരിയാണ് വരുന്നത്. ഓക്കെ, ആദില നൂറയാണ് ഈ ഒരു സാധനം ഇവൾക്ക് കൊടുത്തത്. എന്തൊക്കെ നമ്മള് പട്ടിയെ വളർത്തണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. ഇവൾ പറയുന്ന വൃത്തികേട് നേനാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതായത് നല്ല രീതിക്ക് മതം ഫോളോ ചെയ്യുന്ന ചില മുസ്ലിമീങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവൾ. അത് വലിയ തെറ്റാണ്. ഇവൾ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. അതിനുശേഷം അതിന് തക്കതായിട്ടുള്ള ഉത്തരം സന്ദീപ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് അറിയോ, പണ്ട് ഞാൻ നായിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ടേന്റെ പേരില് 7 പ്രാവശ്യം എങ്ങാനും ചെളിവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട്. യാ, സീരിയസ്ലി. തലയിൽ വെച്ചിട്ടല്ല, മേത്ത് വെച്ചിട്ട്. ഞാൻ പട്ടീനെ പണ്ട് തൊട്ട സമയത്ത് 7 പ്രാവശ്യം ചെളിവെള്ളത്തിൽ കുളിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറെ ആൾക്കാർ പറഞ്ഞു 1 പ്രാവശ്യം ചെളിവെള്ളത്തിൽ കുളിക്കണം, ബാക്കി 6 പ്രാവശ്യം നോർമൽ വെള്ളത്തിലാണ് കുളിക്കേണ്ടത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ലൈക്ക് അത് ഭയങ്കര ഓവർ ഹൈപ്പ് ചെയ്യേണ്ട കാര്യമില്ലേ, ഞാൻ ഇസ്ലാമിനെ താത്തി പറയുന്ന പോലെ അങ്ങനെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളൊരു പട്ടീനെ തൊട്ടത് കൊണ്ട് നമ്മള് എന്താ പറയാ ചെളിവെള്ളത്തിൽ കുളിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ലൈക്ക് ഞാൻ ഇസ്ലാം പരമായി പറയാണ്, ഫോർ ദോസ് ഹൂ ഡോണ്ട് നോ, നമ്മൾ അതിന്റെ മൂക്കിലുള്ള ആ സംഭവം അല്ലെങ്കിൽ സലൈവേ അതിന്റെ എന്തെങ്കിലും മ്യൂക്കസ് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ആവാണെ മാത്രമാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ചെറുതാവുന്ന സമയത്ത് തൊട്ടതിന്റെ പേരിലാണ് കുളിച്ചത്. ഓ, എന്തൊക്കെയാണ് ഇതിന് ഉത്തരം ഞാൻ കൊടുക്കുന്നില്ല, ഒരു സന്ദീപ് കൊടുക്കുന്നുണ്ട്. അതായത് നബി പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങളിൽ ഒരാളുടെ പാത്രത്തിൽ നായ നാവിട്ടാൽ, അതായത് കുടിച്ചാൽ, അത് 7 പ്രാവശ്യം കഴുകട്ടെ. ആദ്യത്തെ തവണ മണ്ണുകൊണ്ട് തേക്കുകയും ചെയ്യട്ടെ. സ്വാഹി മുസ്ലിം 279, സ്വാഹി ബുഖാരി 172. അതായത് നായയുടെ വായിൽ നിന്ന് വരുന്ന എന്തോ ഒരു പ്രശ്നം, അതായത് വൈറസോ മറ്റുള്ള എന്തോ ആവട്ടെ, അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ശരിയല്ല, അത് കേടാണ്, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് കൃത്യമായി അവിടെ പറയപ്പെടുന്നത് എന്നുള്ളതാണ്. അതിനർത്ഥം നായയെ ആരും അടിച്ചോടിക്കണം എന്നുള്ളൊരു കാര്യമല്ല. പിന്നെ വീട്ടിനകത്ത് ഇതിനെ വളർത്തുന്നതിനെ കുറിച്ചുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. നായയോ ചിത്രങ്ങളോ ഉള്ള വീട്ടിൽ മാലാകമാർ പ്രവേശിക്കില്ല. സ്വാഹി ബുഖാരി 3225. നായയുള്ള വീട്ടില് മാലാകമാർ പ്രവേശിക്കില്ല എന്നാണ് പറയുന്നത്. വീടിനകത്ത് ഇതിനെ വളർത്താൻ പറ്റില്ല. തോട്ടമുള്ള ആളുകൾക്ക് വളർത്താം, അത് തോട്ടം സംരക്ഷിക്കാൻ വേണ്ടി വളർത്താം, വേട്ടയാടാൻ വളർത്താം എന്നൊക്കെയാണ് കൃത്യമായി പറയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, റന ഫാത്തിമ എന്തിനാണ് ഇത്തരത്തിലുള്ള കോപ്രായം ചെയ്യുന്നത് ഞാൻ പറയാം. ഇപ്പൊ ചിലര്, അതായത് ശരീരം ഊരിക്കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ചിലർ, അൻസിക കൃഷ്ണയുടെ മറ്റേ വീഡിയോ നിങ്ങൾ കണ്ടു. അങ്ങനെയുള്ള ചില പെൺകുട്ടികൾ ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്നത് ശരീരം ഊരിക്കാണിച്ചിട്ടാണ്. ചില പെൺകുട്ടികൾ മതം പറഞ്ഞിട്ടും മതം വിറ്റിട്ടുമാണ് പൈസ ഉണ്ടാക്കുന്നത്. അതായത് മുസൽമാനായിട്ട് ജനിച്ചിട്ട് മുസൽമാനുകളെ തെറിവിളിച്ച് കഴിഞ്ഞാൽ വ്യൂസ് കിട്ടും. ഹിന്ദുവായി ജനിച്ചിട്ട് ഹിന്ദുക്കളെ തെറിവിളിച്ച് രംഗത്തിറങ്ങി കഴിഞ്ഞാൽ വ്യൂസ് കിട്ടും. ക്രിസ്ത്യാനിയായി ജനിച്ചാൽ ക്രിസ്ത്യാനികളെ തെറിവിളിച്ചിട്ട് രംഗത്ത് പോയി കഴിഞ്ഞാൽ മറ്റു മതസ്ഥർ അവനെ സപ്പോർട്ട് ചെയ്യും. അതാണ് അത് ഒന്നെങ്കിൽ ശരീരം ഊരി കാണിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ് ഇങ്ങനെ ചെയ്യും. അതിന് ഒരു എക്സാമ്പിളാണ് ഫസൽ കരാട്ട്. അവന് മുസൽമാനായി ജനിച്ചിട്ട് മുസ്ലിമീങ്ങളെ പഞ്ഞിക്കെട്ടിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. പാവങ്ങളായ സംഘികൾ, നല്ലവരായ ഹിന്ദുക്കളൊന്നുമല്ല, പാവങ്ങളായ സംഘികൾ വിചാരിക്കുന്നത് അവൻ ചെയ്യുന്നത് നല്ല എന്തോ പുണ്യപ്രവൃത്തിയാണെന്നാണ്. അവൻ ചിരിക്കുകയാണ്, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അവൻ പൊട്ടിച്ചിരിക്കുകയാണ്. മണ്ടന്മാരും വീഡിയോ നോക്കിയല്ലോ. അപ്പോൾ റന ഫാത്തിമയുടെ അങ്ങനെ തന്നെയാണ്. റന ഫാത്തിമക്കറിയും ഇവിടെ, അതായത് നായ നജസല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വൈറലാവും. അത് എന്നെ കുറേ പേരെടുത്തിട്ട് റിയാക്ട് ചെയ്യും, എനിക്കിഷ്ടം പോലെ പൈസ കിട്ടും, കുറേ സംഘികളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും. ഇതിന് വേണ്ടി ചെയ്യുന്ന ചെറ്റത്തരമെന്നേ ഞാൻ പറയാം. ഓക്കെ, ആദില നൂറയൊക്കെ ഡെയിലി, ഇന്നലെ അടക്കം ആദില നൂറ പറഞ്ഞു ഞങ്ങൾ തട്ടം ധരിക്കൂല. അതായത് ഇന്നലെ ആരോ ഒരു കമന്റ് ഇട്ടില്ല, വെറുതെ പറയുന്നതാണ് അവറ്റകൾ. അതായത് മുസ്ലിമീങ്ങൾക്ക് കയപ്പ് കൂടുതലാണ്, മുസ്ലിമീങ്ങളാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതെന്ന് ആദില നൂറ പറയുകയാണ്. മുസ്ലിമീങ്ങൾക്ക് വേറെ പണിയില്ലേ? ആരും കമന്റ് ഇടുന്നില്ല, നല്ലവരായ ഹൈന്ദവരും കമന്റ് ചെയ്യുന്നില്ല, ഈ പറയുന്ന ക്രിസ്ത്യാനികളും കമന്റ് ചെയ്യുന്നില്ല. അവർ വെറുതെ തന്നെ റിച്ച് ഉണ്ടാക്കുകയാണ്. നേരെ മറിച്ചിട്ട് ഞാനൊരു ഹൈന്ദവനായി ജനിച്ചെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാം, ഞാനൊരു ഹിന്ദുവായി ജനിച്ചിട്ട് ഞാൻ പഞ്ഞിക്കെടുക്കുകയാണ്, ഈ മതം അങ്ങനെയാണ്, ഈ മതം ഇങ്ങനെയാണ്, ശരിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ടും വ്യൂസ് കിട്ടും. അത് തന്നെയാണ് അവർ അവറ്റകൾ അവിടെ ചെയ്യുന്നത്. അവർ മുസ്ലിമായി ജനിച്ചിട്ട് മുസ്ലിമീങ്ങളെ പഞ്ഞിക്കിട്ടാൽ അവറ്റകൾക്ക് വ്യൂസ് കിട്ടും.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരത്തെ നമ്മൾ ഓരോരുത്തരും പൊരുതി തോൽപ്പിക്കണം. ഇത്തരത്തിലുള്ള അതായത് വൃത്തികേട് കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളും സപ്പോർട്ട് കൊടുക്കരുത്. റന ഫാത്തിമയുടെ ഒരു കാര്യം പറയുകയാണ്, നീ മതം വിശ്വസിക്കുന്നില്ലേ, അത് നിന്റെ ഇഷ്ടമാണ്. പക്ഷെ മോളെ, അതായത് ഈ മതമുണ്ടല്ലോ, ഇത് നല്ല രീതിക്ക് ഫോളോ ചെയ്യുന്ന ചിലരുണ്ട്. അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്.